നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു ഒരു ഐഫോൺ സ്വന്തമാക്കണമെന്ന്. അങ്ങനെ ഞാനും ഒരു ഐഫോൺ 13 പ്രോ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഐഫോൺ 13 ആണ് എന്ന്, അല്ലെങ്കിൽ ഐഫോൺ ആണ് എന്ന് കുറച്ച് നാളുകൊണ്ടുള്ള ഒരു വിചാരത്തോടു കൂടി എടുത്തതാണ് കേട്ടോ. പിന്നെ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ കാശുകാരനൊന്നും ആയില്ല, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തെ പ്രമാണിച്ചെടുത്തതാണ്. അപ്പോൾ ഐഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കപ്പോൾ ഐഫോൺ എടുത്തു തന്നത് കൊട്ടാരക്കര ക്ലാസിക് മൊബൈൽസാണ്. അപ്പോൾ ക്ലാസിക് മൊബൈൽസ് കൊട്ടാരക്കരയിലെ ഫോൺ റീറ്റെയിൽ രംഗത്ത് അത്യുഗ്രനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഫോൺ റീറ്റെയിൽ രംഗത്ത് അത്യുഗ്രനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിക് മൊബൈൽസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് ജോസാനാണ്, ക്ലാസിക് മൊബൈൽസിൽ ജോൺസൺ. അപ്പോൾ മനോഹരമായ കവർ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ബോക്സ്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് അതിൻ്റെ റാപ്പർ അഴിക്കാം. എക്കോ ഫ്രണ്ട്ലി പ്രമാണിച്ച് അവന്മാർ അതിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ചെറിയൊരു റാപ്പറാണ്. അത് നല്ല കാര്യം, എക്കോ ഫ്രണ്ട്ലി, വളരെ മനോഹരമായ കാര്യം. അതിനോട് ഞാൻ വളരെ മനോഹരമായി യോജിക്കുന്നുണ്ട്. അപ്പോൾ അത് തുറന്നിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ തുറന്നു നമ്മുടെ ഐഫോൺ. ഇതാണ് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ സ്വന്തം ഐഫോൺ. അതെ, 13 പ്രോ. നമ്മൾ മാക്സ് എടുത്തില്ല, 13 പ്രോ ആണ്. വളരെ മനോഹരമായിട്ട് ഗ്രാഫൈറ്റ് ഡിസൈനിലുള്ള നമ്മുടെ ഐഫോൺ. കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുകയാണ് തുറക്കണമെന്ന്. അതെ, തുറന്നു കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ നമ്മുടെ ഐഫോണാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐഫോൺ ഇങ്ങനെ ചെറുതെ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഐഫോണിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. മനോഹരം. അപ്പോൾ അങ്ങനെ വരട്ടെ. ഡിസൈൻ, ഈ ആപ്പിൾ കടിച്ച പീസ് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തമാക്കണമെന്ന്. ഹലോ, അതെ, ആപ്പിൾ നമുക്ക് ഹലോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അതിനകത്ത് ഐഫോൺ കോൺഫിഗറേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ആപ്പിൾ ഐ ഡി ഇല്ല, പിന്നെ നമുക്ക് ആപ്പിൾ ഐ ഡി ഉണ്ടാക്കണം. അങ്ങനെ ഈ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകണം. അപ്പോൾ ഫോണൊക്കെ സെറ്റിങ്സൊക്കെ നടത്തിയ ശേഷം പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ബോക്സിൽ ബാക്കി എന്നാ ഉണ്ടെന്ന് നോക്കാം. ബോക്സിൽ ഒരു സി പോർട്ട് കേബിൾ, അവിടെ ഇവിടെയും സി പോർട്ട് കേബിളായ ഒരു കേബിളുണ്ട്. പിന്നെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന എന്നൊന്നുമില്ല. 2021 ആപ്പിൾ ആൾ റൈറ്റ് റിസീവ്ഡ് എന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ സ്റ്റിക്കർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കർ. ഒരു സ്റ്റിക്കറേ ഉള്ളൂ, 2-3 സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഒരു കാറിനകത്തൊക്കെ ഒരെണ്ണം ഒട്ടിക്കാമായിരുന്നു. പിന്നുള്ളത് താണ്ടെ ഈ സിം എജക്ടറാണ്. പിന്നുള്ളത് എന്നാ ഉള്ളത്, പിന്നെ താണ്ടെ ഇതിനകത്തൊരു മാനുവലുണ്ട്, ഐഫോൺ മാനുവൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ വളരെ മനോഹരമായി. ഇതിനകത്തൊരു ചാർജർ പോലും വെച്ചിട്ടില്ല. എക്കോ ഫ്രണ്ട്ലി വെച്ചിട്ടാണ് അവർ ചാർജർ വെക്കാത്തതാണെന്ന് പറയുന്നത്. എക്കോയ്ക്ക് എന്നാ ഫ്രണ്ട്ലി, നമ്മൾ കാശ് കൊടുത്ത് എന്തുപോലും ചാർജർ മേടിക്കണം. 2000 രൂപയോളം ആ ചാർജറിന് വില. അതും അവന്മാർക്ക് ലാഭം. ഐഫോണിൻ്റെ ഓരോരോ തമാശകൾ. ഇതാണ് നമ്മുടെ മനോഹരമായ ഫോൺ. വളരെ മനോഹരമായ ഫോണാണ്. 3 ക്യാമറയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലാഷും അതിൻ്റെ സെൻസറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. മനോഹരമായിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോക്സ് ഷേപ്പാണ്. കുറച്ച് ഭാരം തോന്നിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ നിന്നും കുറച്ച് ഭാരം തോന്നിക്കുന്നുണ്ടെന്ന് ഒഴിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഫോൺ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഓണാക്കി നോക്കി ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഫേസ് ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫേസൊക്കെ അൺലോക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം സെറ്റാണ്. നമ്മളത് ഒരു ദിവസം ഏകദേശം ഉപയോഗിച്ച് കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ എനിക്ക് ചാർജും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കൊള്ളാമെന്നാണ് ബോക്സി എഫക്റ്റ്. പക്ഷേ എനിക്ക് ഇച്ചിരി ഭാരം തോന്നിക്കുന്നുണ്ട്. ഇത് നല്ല ബാറ്ററിയുടെ കപ്പാസിറ്റി കൊണ്ടാണ് അതിൻ്റെ ഭാരം തോന്നിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഫേസ് അൺലോക്കൊക്കെ ഉണ്ട്. മനോഹരമായിട്ട് ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺലോക്ക് ആവും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സെൻസേഴ്സൊക്കെ വെച്ച് മനോഹരമായിട്ട് ആപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ് 13 പ്രോ. 13 പ്രോ മാക്സ് എടുക്കാഞ്ഞത് എന്താണെന്ന് ഇതും മാക്സും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ സൈസിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇത് മാക്സ് എടുക്കാതെ ഇതെടുത്തത്. മാക്സ് കുറച്ച് ഹെവി ഫീലുണ്ടാവും.
ഇതിന് ആ ഹെവി ഫീലില്ല. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. പിന്നെ ഇത് തുറന്ന് വന്ന് എല്ലാം സെറ്റായിട്ട് നമ്മളിങ്ങനെ തുറന്ന് വരണം. പിന്നെ ആപ്പിൾ നമ്മളൊരു പുതിയ ആളാണ്, അതുകൊണ്ട് ഫേസ് ലോക്ക് ഒക്കെ ഫേസ് ലോക്കിൽ തുറന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മൾ കൊല്ലത്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം കറക്റ്റാണ് കേട്ടോ, പൊളിയാണ്. പിന്നെ മൊബൈൽസിൽ നിന്ന് ഫോൺ എടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കവറൊക്കെ തന്നിട്ടുണ്ട്. നല്ലൊരു കവർ, നമുക്ക് മാഗ്നറ്റിക് ചാർജിങ് ഒക്കെ ഉള്ള ഒരു കവർ തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. അങ്ങനെ കവറുണ്ട്. പിന്നെ സ്ക്രീൻ ഗാർഡായിട്ടുള്ള നമ്മുടെ ആ ഒരു ഗ്ലാസ് ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ഇതെല്ലാം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കിൻ്റെ സർവീസിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മൊബൈലിൻ്റെ എൻക്വയറിയോ MIയുടെ ഒരു തനി ഷോറൂം തന്നെ ക്ലാസിക് മൊബൈൽസിനുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മൊബൈൽ സംബന്ധം ഐഫോണോ അതുപോലുള്ള മറ്റ് ഫോണുകളുമായിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിക്കിലെ ജോസ്റ്റാനായിട്ട് ബന്ധപ്പെടുക. മനോഹരമായ, നിങ്ങൾക്ക് എങ്ങും കിട്ടാത്ത വിലയ്ക്ക് അച്ഛൻ നിങ്ങൾക്ക് ഫോൺ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുക, കോൺടാക്റ്റ് ചെയ്യുക, ഫോൺ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. ക്ലാസിക്കിൽ വന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും ക്ലാസിക് മൊബൈൽസിൽ എത്രയും മനോഹരവും സന്തോഷകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഐഫോൺ 30 പ്രോയുടെ എക്സ്പീരിയൻസും ഇതുവരെ ഉപയോഗിച്ച് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു 6-7 മാസമാകുന്നു. അപ്പോൾ അതുവരെ ഉപയോഗിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. ഇനിയും മേടിക്കാനുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമാകും. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് പുതിയ ഫോണുകൾ മേടിക്കുന്ന കാര്യത്തിലും മറ്റു കാര്യത്തിലും എല്ലാം നമുക്ക് ക്ലാസിക് മൊബൈൽസോ അതുപോലെയെല്ലാം മനോഹരമായി നിങ്ങളുടെ നാട്ടിലൊക്കെ കാണും. പിന്നെ ദൂരെയുള്ളവർക്ക് ക്ലാസിക് മൊബൈൽസ് വിളിച്ചു പറഞ്ഞാൽ അവർ ഡെലിവറി സംവിധാനം ഒരുക്കുന്നതാണ്. വില തുച്ഛമായ റേറ്റിൽ അവർ സംഭവം ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇനി മുതൽ എൻ്റെ എല്ലാ വീഡിയോകളും എടുക്കുന്നത് ഈ പ്രോയിലായിരിക്കും. പ്രോയിൽ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇത്രയും നാൾ ഇതിൽ ഗോപ്രോയിലെടുത്തു, ഇനി 13 പ്രോയിൽ എടുക്കുന്നു. അപ്പം സി യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.